ഇപ്പോൾ നമ്മളുടെ കുട്ടികളിൽ ഇപ്പോൾ എല്ലാം വളരെ ഫാസ്റ്റാണ്. കാരണം റീൽസ് അതൊരു മിനിറ്റിൽ തീരണം. കാരണം ക്ഷമയില്ല ഒരു സാധനം നീണ്ട് കണ്ടുപോകാൻ. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടു തീരുന്ന രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് സ്പീഡ് കൂടിയിട്ട് 1.5x ഓട് 1.2 ഓടിക്കുന്നത്. അപ്പോൾ ആ ഒരു സംസാരത്തിൻ്റെ രീതിയും സൗണ്ടും വ്യത്യാസം കൂടുതൽ സ്പീഡിലാണ് പോകുന്നത്. എല്ലാം സ്പീഡിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓബ്വിയസ്ലി കാലക്രമേണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറയും. കാരണം ഇത്ര അധികം മണിക്കൂറുകൾ ഈ ഫോണുമായിട്ട് ഇത് ഇരിക്കുമ്പോൾ. അപ്പോൾ ഓബ്വിയസ്ലി നമ്മളൊരു ദിവസം പരമാവധി ഒരു 30 മിനിറ്റ് കൂടുതൽ കുഞ്ഞുങ്ങളെ ഇരുത്തരുത്. അത് നല്ലപോലെ നിയന്ത്രിക്കണം, വളരെ അത്യാവശ്യമാണ്. അതിൽ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇതൊന്നും കാണിക്കരുത്. കാരണം അവരുടെ സംസാരവും ഡെവലപ്മെൻറ്റിനൊക്കെ ഒത്തിരി എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഇപ്പോൾ ഈ അവൈലബിലിറ്റി, ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് പണ്ടൊക്കെ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യൂവിൽ നിന്ന് വെയിറ്റ് ചെയ്ത് ആണ് ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ക്ഷമ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. കാരണം അവർ ഓൺലൈനിൽ നമുക്കത് ടിക്കറ്റ് ഓർഡർ ചെയ്യാം, പെട്ടെന്ന് എല്ലാം ഫുഡ് ഓർഡർ ചെയ്യാം, എല്ലാം പെട്ടെന്ന് ഒരു വെയിറ്റിംഗ് നമുക്ക് വരുന്നില്ല. കുറച്ചൊരു വെയിറ്റിങ്ങും കുറച്ചൊരു ക്ഷമയും കുറച്ചൊരു ഡിലേയും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ശക്തിമാരുടെ ഭാവിയിൽ ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ ശീലിപ്പിച്ച് വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും.